ഇപ്പോൾ KPCC അധ്യക്ഷൻ കെ സുധാകരൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അതിലേക്ക് തത്സമയം. പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ്സുകാരെ തല്ലാൻ പോയി എന്ന് പറഞ്ഞാൽ പിണറായി വിജയന്റെ ബോഡി ഗാർഡ് ആരാണെന്ന് കണക്കൂട്ടാൻ ഞാൻ നേരത്തെ പറഞ്ഞത് ശരിയല്ലേ? ഗുണ്ടകളാണ്, ക്രിമിനലുകളാണ് എന്ന് പറഞ്ഞതിന് എന്തെങ്കിലും തെറ്റുണ്ടോ? നിങ്ങൾ പരിശോധിക്കണം. ഏതെങ്കിലും മുഖ്യമന്ത്രി കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇതുപോലുള്ള ക്രിമിനലുകളായ ബോഡി ഗാർഡുകളെയും കൊണ്ട് സുരക്ഷ ഒരുക്കി യാത്ര ചെയ്യുന്നതായി ഈ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല. ഇതൊക്കെ ജനങ്ങളെ ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ്. ഇവിടെ എന്താ ഇന്നലെ ആലപ്പുഴ നടന്നത് അവരാ കുട്ടികളെ നിങ്ങളെല്ലാം ചാനലുകളിൽ കാണാം. ആ കുട്ടികൾ എന്ത് തെറ്റ് ചെയ്തു? പ്രതിഷേധിക്കാൻ പാടില്ലേ? ജനാധിപത്യ സംവിധാനത്തിൽ പ്രതിഷേധിക്കാൻ പാടില്ലേ? ജനാധിപത്യത്തിനില്ലേ? DYFIക്കാർ പ്രതിഷേധിക്കാറില്ലേ? SFIക്കാർ പ്രതിഷേധിക്കാറില്ലേ? ഈ പിണറായി വിജയൻ പ്രതിഷേധിച്ചിട്ടില്ലേ? എത്രയോ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തിയ ആളല്ലേ ഇദ്ദേഹം. ഇദ്ദേഹത്തിനൊക്കെ അതൊക്കെ ആവാമായിരുന്നുവെങ്കിൽ കേരളത്തിൽ ഇന്നും അത് നടക്കുമെന്ന് അദ്ദേഹം മനസ്സിലാക്കണ്ടേ? അദ്ദേഹം നടക്കുന്ന ജാഥ ഈ നാടിൻ്റെ പൊതു ഫണ്ട് ദൂർത്തടിച്ച് നടത്തുന്ന ഈ ജാഥ കേരളത്തിലെ രാഷ്ട്രീയ രംഗത്തോ സാമൂഹ്യ രംഗത്തോ സാംസ്കാരിക രംഗത്തോ വികസന രംഗത്തോ ഒരു ചലനവും ഒരു വികസനവും ഉണ്ടാക്കാൻ പോകുന്ന ഒരു ജാഥയല്ല എന്ന് കേരളം ഇതിനകം മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. തെരുവിലുടനീളം ക്രിമിനലുകളെ അടിച്ചിളക്കി മുഖ്യമന്ത്രിക്ക് സുരക്ഷയൊരുക്കി ഈ സംസ്ഥാനത്തെ എല്ലാം വിറപ്പിക്കാമെന്ന് എന്തൊക്കെ കരുതുന്നുണ്ടോ? ഞാൻ ഉറപ്പിച്ച് പറയുന്നു, CPMോട്, പിണറായി വിജയനോട് ഞാൻ പറയുന്നു, പഴയ ബ്രിണ്ടനിൽ പഠിച്ച എൻ്റെ സീനിയർ വിദ്യാർത്ഥിയായ പിണറായി വിജയനോട് ഞാൻ പറയുന്നത്, ഇനി ഇതുപോലെ അക്രമം ഉണ്ടായാൽ പ്രതികരിക്കും. കേരളത്തിൽ ഉടനീളം കോൺഗ്രസ് പ്രതികരിക്കുമെന്ന കാര്യത്തിൽ നിങ്ങൾക്ക് സംശയം വേണ്ട. അങ്ങനെ ഒരു അക്രമത്തിന്റെ രാഷ്ട്രീയ വേദിയായി കേരളത്തെ മാറ്റാൻ താങ്കൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കിത് കണ്ടിന്യൂ ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾ നിർത്തണം. ഈ നെറികെട്ട പ്രവർത്തന ശൈലി നിർത്തണം എന്ന് ഞാൻ കോൺഗ്രസിന് വേണ്ടി ആവശ്യപ്പെടുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ പ്രതികരിക്കുന്നിടത്തേക്കാണ് ഞങ്ങൾ പോകുന്നത്. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇനി ഒരിക്കലും ഇതുപോലൊരു ജാഥ നടത്താൻ ഞങ്ങൾ അനുവദിക്കില്ല. ഇങ്ങനൊരു ജാഥ കേരളത്തിൽ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പ്രതികരിക്കും എന്ന കാര്യത്തിൽ ഒരിക്കൽ കൂടി ആവർത്തിച്ചു പറയാൻ ഞാൻ ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ്. ഏത് രീതിയിലും പ്രതിഷേധിക്കും, ഞങ്ങൾ ഏത് രീതിയിലും പ്രതികരിക്കും. ആരും മോശക്കാരല്ല. വടിയെടുക്കാൻ പറഞ്ഞാൽ കേരളത്തിലെ ലക്ഷക്കണക്കിന് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകന്മാർ വടിയെടുക്കും. ആർക്കും തർക്കമൊന്നും വേണ്ട. അങ്ങനെ പാവങ്ങളൊന്നുമല്ല യൂത്ത് കോൺഗ്രസ്സുകാർ. എല്ലായിടത്തും ഇപ്പോൾ നമ്മൾ എല്ലാറ്റിനെയും അടിച്ചൊതുക്കി ഞങ്ങൾ പോരുന്നില്ലേ? ഇവിടെ കോളേജുകൾ ഞങ്ങൾ പിടിച്ചെടുത്തില്ലേ? പോളിടെക്നിക്കുകൾ ഞങ്ങൾ പിടിച്ചെടുത്തില്ലേ? മെഡിക്കൽ കോളേജുകൾ ഞങ്ങൾ പിടിച്ചെടുത്തില്ലേ? എന്തുകൊണ്ടാണ് പിടിച്ചെടുക്കാൻ നമുക്ക് സാധിച്ചത്? ഇവിടെ ആണത്തുള്ള കുട്ടികളില്ലാത്തത് കൊണ്ടാണോ? അല്ലല്ലോ, കുട്ടികൾ ഉള്ളത് കൊണ്ടാ. ആ കുട്ടികൾ ഞങ്ങൾക്കുണ്ട്. ചെറുക്കാനും ഇതിനെ എതിർക്കാനുള്ള നട്ടലുള്ള കുട്ടികൾ കോൺഗ്രസിൻ്റെ അകത്തുണ്ട് എന്ന് ഞങ്ങൾ തെളിയിച്ചു കൊടുക്കാം. ആവശ്യമെന്ന് പറയട്ടെ, വെല്ലുവിളിക്കട്ടെ പിണറായി വിജയൻ. ഞാൻ അവിടെ കാണിച്ചു തരാം. മുന്നിൽ ചാടി വാഹനത്തിന് പ്രതിഷേധിച്ചാൽ അതിന്റെ അപകടമാർക്ക ഈ ചാടുന്നവനല്ലേ? നിങ്ങൾക്ക് എന്താ പ്രശ്നം? അതെ, അദ്ദേഹം ആ കുട്ടിയോടുള്ള സ്നേഹം കൊണ്ടാ പിന്നെ അടിച്ച് തകർക്കുന്നത്. ആ കുട്ടീനെ രക്ഷിക്കുന്നതിനടുത്തുള്ള സംതൃപ്തിയും അതിനോടുള്ള അദ്ദേഹത്തിന്റെ സുരക്ഷിതത്വത്തിന്റെയും ഓർമ്മയിലാണ് അദ്ദേഹം അടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അടിയെന്തിനാ? രക്ഷിക്കാനാണെങ്കിൽ എന്തിനാ അടി? അടിച്ചിട്ടാണോ രക്ഷിക്കേണ്ടത്? തലകേറിയിട്ടാണോ രക്ഷിക്കേണ്ടുന്നത്? മൂക്കുന്ന് ചോരയൊലിപ്പിച്ചിട്ടാണോ രക്ഷിക്കേണ്ടത്? എല്ല് പൊട്ടിച്ചിട്ടാണോ രക്ഷിക്കേണ്ടുന്നത്? എങ്ങനെയാണ് രക്ഷിക്കേണ്ടത്? അത് കഴിഞ്ഞ് KPCCയുടെ ജനറൽ സെക്രട്ടറി അദ്ദേഹത്തിന്റെ വീട് തച്ച് തകർത്തു. ശരിക്കും ഞാൻ വീഡിയോ കണ്ട് ഞാൻ അന്തം കെട്ടുപോയി. അകത്തുള്ള ഫർണിച്ചറുകൾ പൊളിച്ചിട്ട് തകർത്തിട്ടുണ്ട്. ഭാര്യയെ കട്ടിൽ നിന്ന് സുഖമില്ലാതെ ശസ്ത്രക്രിയ നടത്തി കടത്തിയ ആ ഭാര്യയെ കട്ടിൽ നിന്ന് വലിച്ച് താഴെ ഇട്ടിട്ട് ആ സ്ത്രീ ആക്രമിച്ചു എന്ന് പറഞ്ഞാൽ, KPCCയുടെ ജനറൽ സെക്രട്ടറിയെ തല്ലി എന്ന് പറഞ്ഞാൽ, വീട് പൊളിച്ചു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ക്ഷമിക്കണോ? ഇവർക്കൂല്ലേ വീടുകൾ? ഞങ്ങളും പൊളിക്കാം, കാട്ടിക്കൊടുക്കാൻ വിളിച്ചിട്ട്. അവിടെ അതിന് നേതൃത്വം കൊടുത്തവർക്കെതിരെ ഞങ്ങൾ പ്രതികരിക്കും. എഴുതി വെച്ചോളൂ, നിങ്ങൾ ദിവസങ്ങൾ കാത്തിരുന്നോളൂ, നിങ്ങൾ കോൺഗ്രസും പ്രതികരിക്കും. അദ്ദേഹം ന്യായീകരിച്ചിട്ടേ ഉള്ളൂ. അദ്ദേഹത്തിന് അതേ അറിയുള്ളൂ. അദ്ദേഹം പറഞ്ഞാണല്ലോ അംഗരക്ഷകന്മാർ ചെയ്തത്. അതുകൊണ്ട് ന്യായീകരിക്കേണ്ട അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വമല്ലേ?
അദ്ദേഹത്തിൽ നിന്ന് നിർദ്ദേശമില്ലെങ്കിൽ അങ്ങനെ ചെയ്യൂ. അദ്ദേഹത്തിന്റെ ഒരു ഉദ്യോഗസ്ഥൻ KPCC അധ്യക്ഷൻ കെ സുധാകരൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. ഡൽഹിയിൽ ആലപ്പുഴയിൽ നടന്ന മർദ്ദനത്തെ മുഖ്യമന്ത്രി ന്യായീകരിച്ചതിലുള്ള ശക്തമായ എതിർപ്പ് അറിയിക്കുന്നൊപ്പം തന്നെ ചില മുന്നറിയിപ്പുകൾ കൂടി അദ്ദേഹം നടത്തുകയാണ്. ആലപ്പുഴയിൽ എന്ത് സംഭവിച്ചു കോൺഗ്രസ് പ്രവർത്തകർക്ക്, അതിന് കൃത്യമായ മറുപടി നൽകിയിരിക്കും എന്നാണ് കെ സുധാകരൻ ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത്.